മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്തെ പട്ടികജാതി വിഭാഗക്കാരുടെ വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയാൻ നടപടിയായില്ല. വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ അഴുക്കുചാൽ നിർമ്മാണത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ട് മാസങ്ങളായെങ്കിലും എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയില്ല. വേനൽ മഴയിൽ വീടുകൾ വെള്ളത്തിലായി. അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയിൽ പെരുമ്പടാരിയിലെ വീടുകളിലും കിണറുകളിലും വീണ്ടും വെള്ളം കയറി. വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത വിധം അഴുക്കുവെള്ളം കയറിയ സ്ഥിതിയാണ്. നിലവിൽ വെള്ളമൊഴുകിയിരുന്ന ചാലിനോട് ചേർന്നാണ് അതിദരിദ്രർക്കായുള്ള വീട് നഗരസഭ നിർമ്മിക്കുന്നത്. ഇതോടെ പ്രദേശം കൂടുതൽ വെള്ളക്കെട്ടിലായി. വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം തേടി പ്രദേശവാസികൾ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 11 വർഷം പൂർത്തിയായി. മലബാർ ന്യൂസ് വാർത്തയെ തുടർന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും മുൻ കളക്ടർ ഡോക്ടർ എസ് ചിത്രയും ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതേ തുടർന്നാണ് 2024 ഒക്ടോബർ 8-ന് അന്നത്തെ നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി എസ് സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നത്. താലൂക്ക് വികസന സമിതിയിലും ഇക്കാര്യം നിരന്തരം ചർച്ചയായിരുന്നു. വീടുകൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ മേൽഭാഗത്തായുള്ള യൂണിവേഴ്സൽ കോളേജിന്റെയും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ മഴവെള്ളം കനാൽ തുറന്നു വിടുന്നത് പോലെയാണ് വീടുകളിലേക്ക് ഒഴുകുന്നത്. കോളേജിൽ നിന്നുള്ള ജലമൊഴുക്ക് തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കാൻ കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല. പ്രദേശത്തെ വീട്ടുകാർ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ 10 ലക്ഷം രൂപ ചെലവിൽ അഴുക്കുചാൽ കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ തീരുമാനിച്ചതാണ്. ഇത്രയും അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ മണ്ണാർക്കാട് നഗരസഭ മാസങ്ങൾ കഴിഞ്ഞിട്ടും എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ലെന്നത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 3:30 മണി കഴിഞ്ഞാൽ വെള്ളം എന്തുമാത്രം വെള്ളം വന്നറിയാം. അതിലാ സ്കൂളിൽ നമ്മളെ വീട്ടിൽ പെയ്യണ വെള്ളമാണെങ്കിൽ അത്ര ഇല്ല. പക്ഷേ ഇത് സ്കൂളിൽ നിന്ന് കനാൽ തുറന്നു വിട്ട പോലെയാണ് ആ വെള്ളം അങ്ങോട്ട് വന്ന. ആകെ പ്രളയമായി. മുറ്റം നിറയെ ഉള്ളിലേക്ക് കയറാനായി വെള്ളം. കിണറും കലങ്ങി. എന്നിട്ട് രാത്രി വൈകുന്നേരം ഈ പണിയും കഴിഞ്ഞ് വന്ന് കുടിക്കാൻ വെള്ളം ഇല്ലാണ്ട് ആ മോട്ടർ അടിച്ച വെള്ളം വറ്റിച്ചതിന് ശേഷമാണ് വെള്ളം കുറച്ച് കുടിക്കാൻ എടുത്തത്. പിന്നെ റോഡ് മൊത്തം വഴി മൊത്തം ചെളി. അവിടെ നിന്നുള്ള കല്ലും മണ്ണൊക്കെ വന്നിങ്ങോട്ട് അടഞ്ഞ് ആകെ ചളി കൂമ്പാരായി. എന്തെങ്കിലും ഒരു വഴി ഇതിന് കാണിച്ചു തന്നാൽ ഞങ്ങളും ജീവിക്കണ്ടേ, മനുഷ്യരല്ലേ, കുട്ടിയും കുടുംബമായിട്ട് ജീവിക്കണല്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. അപ്പം എന്തെങ്കിലും ഒരു വഴി ഇതിന് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ആരെങ്കിലുമൊക്കെ ഒരു വഴി ഇതിന് ചെയ്തു തരണം. അതേസമയം യൂണിവേഴ്സൽ കോളേജ് ഈ പ്രദേശത്തേക്ക് നിർമ്മിച്ച ചാല അടച്ചുകെട്ടിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.